മനുഷ്യ, നമുക്ക് എവിടെയെങ്കിലും കറങ്ങാൻ പോയാലോ? കോഴിക്കോട് പോയാലോ? ഓക്കെ. പിന്നെ വേറെ ഒന്നും ആലോചിച്ചില്ല, ഒറ്റ മൈൻഡ് കോഴിക്കോടിലേക്ക് വെച്ച് പിടിച്ചു. കോഴിക്കോടിലേക്ക് എത്തി എന്തൊക്കെ കാണണം എന്നുള്ള കാര്യത്തിൽ വ്യക്തമായ തീരുമാനം എടുത്തില്ലായിരുന്നുവെങ്കിലും ബീച്ചിലും മിഠായി തെരുവിലും പോകണം എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുത്തിരുന്നു. പിന്നെ വേറെ എവിടെയൊക്കെ പോകണം എന്നുള്ള കാര്യത്തിൽ പോകുന്ന വഴിക്ക് ചിന്തിച്ച് തീരുമാനം എടുക്കാമെന്നും കരുതി. അവസാനം ഒരു വ്യക്തമായ തീരുമാനത്തിലെത്തി. ലുലു മോൾ, ഹൈലൈറ്റ് മോൾ, മിഠായി തെരുവ്, ബീച്ച് എല്ലാം ഫിക്സ്ഡ്. ആദ്യം പോയത് ഹൈലൈറ്റ് മോളിലേക്കാണ്. എന്ത് വിശാലമായ പാർക്കിംഗ് സൗകര്യമാണ്. ഒരുപാട് വാഹനങ്ങൾ, നൂറുകണക്കിന് വാഹനങ്ങൾ, അല്ലെങ്കിൽ ഒരുപക്ഷെ ആയിരക്കണക്കിന് വാഹനങ്ങൾ ഒരേ സമയത്ത് പാർക്ക് ചെയ്യാൻ പറ്റിയ അത്രയ്ക്ക് വിശാലമായ ഒരു പാർക്കിംഗ് സൗകര്യം. ഞാൻ അവിടെ നിന്ന് കണക്കൂട്ടി നോക്കി, എങ്ങനെ കഴിച്ചാലും ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിലൂടെ മാത്രം. അപ്പോൾ ഉള്ളിലത്തെ അവസ്ഥ എന്തായിരിക്കും എന്ന് ചിന്തിച്ച് ഉള്ളിലേക്ക് കയറി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, വരാൻ പോകുന്ന ഒരു ബ്ലോക്ക് ബസ്റ്റർ സിനിമയുടെ ടീസറായിരുന്നു മുമ്പിൽ കണ്ട പാർക്കിംഗ് സൗകര്യം എന്ന്. ടീസറും ട്രെയിലറും ഒന്നും കണ്ടുകൊണ്ടിരിക്കാൻ സമയമില്ല. പെട്ടെന്ന് ഈ സിനിമ മുഴുവൻ കണ്ടു തീർത്തിട്ട് എവിടെയൊക്കെ പോകാനുള്ളതാണ്. ഇനിയിപ്പോൾ ലുലു മോളിൽ പോകണം. ലുലു മോളിൽ പോകണോ? പോയേക്കാം. ലുലു മോൾ, മിഠായി തെരുവ്, ബീച്ച് ഇതെല്ലാം കണ്ടിട്ടേ ഇന്ന് പോകത്തുള്ളൂ. അതാ മുകളിലേക്ക് നോക്കി നിൽക്കുന്ന ഞാൻ. പിന്നെ കുറേ സമയം തേരാപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു, എങ്ങോട്ടൊന്നും അറിയാതെ. കയറുന്നു ഇറങ്ങുന്നു, കയറുന്നു ഇറങ്ങുന്നു. ആഹാ, എന്ത് മനോഹരമായ ചിരിയാണ് എൻ്റെ അല്ലേ. ഈ പയ്യനെന്തിനാ ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ചോണ്ട് പോകുന്നത്? ഇനി ആരെങ്കിലും ഉണ്ടോ ഇൻവിസിബിൾ ആയിട്ട്? ഒരു ടാറ്റ കൊടുത്താലോ? ടാറ്റ. പിന്നെ ഏതൊക്കെ പടങ്ങൾ ഇവിടെ തിയേറ്ററിൽ ഓടുന്നുണ്ട്, ഏതാണെന്ന് അറിയാൻ വേണ്ടി അടുത്ത് ചെന്നു. കാണാനുള്ള യാതൊരു ഉദ്ദേശമല്ലോ കേട്ടോ, ചുമ്മാ വെറുതെ. ഏതായാലും ഇവിടെ വരെ എത്തിയതല്ലേ, പടങ്ങൾ ഏതൊക്കെ ഓടുന്നുണ്ടെന്ന് അറിയണമല്ലോ. അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് കയ്യിലിരുന്ന യന്ത്രം ഒരു ശബ്ദത്തോടെ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. ഫുഡ് ഓർഡർ ചെയ്തപ്പോൾ കിട്ടിയാണ് ആ ഉപകരണം. ഫുഡ് റെഡിയായി കഴിയുമ്പോൾ വൈബ്രേറ്റ് ചെയ്യുമെന്നും പറഞ്ഞിരുന്നു. സത്യം പറയാമല്ലോ, ഫുഡ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഫുഡ് അടി കഴിഞ്ഞ് താഴോട്ട് നോക്കുമ്പോൾ അതാ ദവിടെ എന്തോ ഒരു ചെറിയൊരു കൂട്ടം. ഞാൻ സൂം ചെയ്ത് നോക്കി ആരാണ്, എന്താണ്, എങ്ങനെയാണെന്നൊക്കെ അറിയാൻ വേണ്ടി. പക്ഷേ കാണാൻ പറ്റിയില്ല. ഈ ക്രിക്കറ്റുകൾക്കൊക്കെ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ ഫുട്ബോളിനൊക്കെ ഷൂട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ക്യാമറ ആണെങ്കിൽ സൂം ചെയ്ത് അവൻ എന്താ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ. ചോക്ലേറ്റ് കൊണ്ടുള്ള എന്തോ പരിപാടിയാണെന്ന് തോന്നുന്നു. ഇതിപ്പോൾ ലുലു മോളാണ്. ലുലു മോള് ഹൈലൈറ്റ് മോളിനേക്കാൾ എന്തുകൊണ്ടും ഒരുപാട് ആളുകൾ വരുന്നൊരു സ്ഥലമാണ്. പക്ഷേ ഹൈലൈറ്റ് മോളിലാണ് കൂടുതൽ സൗകര്യങ്ങൾ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയത്. എന്തായാലും ലുലു മോളും കഴിഞ്ഞു, ഹൈലൈറ്റ് മോളും കഴിഞ്ഞു. ഞങ്ങൾ തിരിച്ച് മിഠായി തെരുവിലേക്ക് പോകണം. മിഠായി തെരുവിലോട്ട്. ഈ ഗ്ലാസ്സിലൂടെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമെന്നാണ് മനുഷ്യ പറയുന്നത്. എനിക്കെന്തോ കണ്ടിട്ടത്തേക്ക് രസമൊന്നും തോന്നുന്നില്ല. എന്തേലും ആട്ടെ എന്ന് പറഞ്ഞ് ഞാനങ്ങ് നിന്ന് കൊടുത്തു. അപ്പോൾ ഞങ്ങൾ മിഠായി തെരുവിലെത്തി. ഇത് മിഠായി തെരുവാണ്. ഈ മിഠായി തെരുവിൻ്റെ ആഴങ്ങളിലേക്ക് ഞങ്ങൾ ഊളിയിട്ടിറങ്ങാൻ പോകുന്നു. മനുഷ്യൻ്റെ മുന്നിലൂടെ ആ കാഴ്ചകൾ കണ്ടങ്ങനെ നടക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പുറകിലുണ്ടോ എന്ന് പുറകോട്ട് തിരിഞ്ഞ് ഉറപ്പുവരുത്തുന്നുണ്ട്. ഇനി ഞാൻ വേറെ ഏതെങ്കിലും സൈഡിലോട്ട് പോയോന്ന് അറിയണ്ടേ. കുറേ ഫോട്ടോസ് എടുത്തിരുന്നു. എല്ലാ ഫോട്ടോസും കൂടി ഇത് കുത്തിക്കയറ്റുണ്ടാന്ന് കരുതി. മിഠായി തെരുവിൽ എപ്പോഴും നല്ല തിരക്കാണെന്ന് തോന്നുന്നു. ഞാൻ ഇതിനു മുമ്പ് വന്നപ്പോഴും നല്ല തിരക്കാണ്. എൻ്റെ ഒരു ആഗ്രഹമാണ് ഇവിടെ തിരക്കില്ലാത്ത ഏതെങ്കിലും ഒരു ഹർത്താൽ ദിവസം വരണം, എന്നിട്ട് ഇവിടെ മുഴുവൻ ഒന്ന് ഷൂട്ട് ചെയ്യണം. നല്ല രസമായിരിക്കും. ഏകദേശം 4:45 മിഠായി തെരുവിലെത്തിയത്. 5:15 മിഠായി തെരുവെല്ലാം കണ്ടിട്ട് 5:30 ബീച്ചിലെത്താമെന്നുള്ള കണക്കുകൂട്ടലൊക്കെ ആയിരുന്നു. ഇവിടെ കുറേ ആളുകൾ ഇരിപ്പുണ്ട്. LICയുടെ മുന്നിലാണ് ഇരിക്കുന്നത്. ഇനി ഇൻഷുറൻസ് എടുക്കാൻ വല്ലതും ആണോ? അതായിരിക്കത്തില്ല. നടന്ന് ക്ഷീണിച്ചിട്ട് വന്നിരിക്കുന്ന ഇരിപ്പായിരിക്കും. എന്തായാലും കൊള്ളാം, ഇരിക്കട്ടെ, ഞങ്ങൾ നടക്കട്ടെ. മനുഷ്യ ഓരോ കടകളും കയറി ഓരോ സാധനത്തിനും വില ചോദിക്കുന്നുണ്ടായിരുന്നു. വാങ്ങാൻ യാതൊരു ഉദ്ദേശവും ഇല്ലെങ്കിലും വില ചോദിക്കുന്നതിന് യാതൊരു കുറവില്ലായിരുന്നു. ഓരോ ചോദ്യങ്ങളും കേട്ടിട്ട് എനിക്കാണെങ്കിൽ എങ്ങനെ പ്രതികരിക്കണമെന്ന് ഒരു പിടിയും കിട്ടിയില്ല. ഓരോ കടകളും കേട്ടിട്ട്, ചേട്ടാ മഞ്ഞ ചുരിദാറുണ്ടോ, മഞ്ഞ ചുരിദാറിൻ്റെ വെള്ളയുണ്ടോ, ഇതിൻ്റെ വേറെയുണ്ടോ, അതിൻ്റെ ഇതുണ്ടോ, പച്ച ചുരിദാറ് മഞ്ഞ ബട്ടൺ പിടിപ്പിച്ച ചുമല കളറുണ്ടോ, എന്തൊക്കെയാണോ ചോദിക്കുന്നത്. പാവം സെയിൽസ്മാൻമാരൊക്കെ കണ്ണുകളിൽ നിന്ന് പോയി. മനുഷ്യരുടെ ഓരോ ചോദ്യം കേൾക്കുമ്പോൾ എനിക്ക് പണ്ടെങ്ങാണ്ടോ വായിച്ച ഒരു PSC ക്വസ്റ്റ്യൻ ഓർമ്മ വന്നത്. രാമു 4 കിലോമീറ്റർ മുന്നോട്ട് നടന്നിട്ട് അവിടെ നിന്ന് 2 കിലോമീറ്റർ ഇടത്തോട്ട് ഓടി.
അവിടെ നിന്ന് 3 കിലോമീറ്റർ വീണ്ടും വലത്തോട്ട് നടന്ന ശേഷം 2 കിലോമീറ്റർ ഇടത്തോട്ട് ഓടി നിന്നു. അപ്പോൾ രാമുവിൻ്റെ വയസ്സെത്ര? ഇമാതിരി ചോദ്യങ്ങളൊക്കെ മനീഷ ചോദിക്കുന്നു. എന്തായാലും മനീഷ മിഠായി തെരുവ് നന്നായിട്ട് എൻജോയ് ചെയ്തെന്ന് തോന്നുന്നു. അപ്പോഴേക്കും ഏകദേശം 6 മണിയുടെ അടുത്തായി. ഒരു വിധത്തിലാണ് ഞാൻ പിന്നെ മനീഷയെ അവിടുന്ന് വിളിച്ചുകൊണ്ട് ബീച്ചിലേക്ക് പോയത്. 6 മണി അവിടെ ചെന്നപ്പോൾ ഏകദേശം 6:15 6:14 കറക്റ്റ്. കോഴിക്കോട് ബീച്ച് എന്തോ വലിയ സംഭവമാണെന്നാണ് ചിലരൊക്കെ പറയുന്നത്. എനിക്കിത് കണ്ടൊന്നും തോന്നുന്നില്ല. ഇതൊക്കെ ഞങ്ങളുടെ ആലപ്പി ബീച്ച്, എന്താ രസം. ഇതൊരുമാതിരി കുഴപ്പമില്ല, ചുമ്മാ ഒന്ന് കാണാം. എന്നാലും ആലപ്പി ബീച്ചിൻ്റെ അത്രയൊന്നും വരില്ല. ബീച്ച് ഏതും ആകട്ടെ, അസ്തമ സൂര്യനെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. കണ്ടില്ലേ, ബീച്ചിലോട്ട് എത്തിയപ്പോൾ മനുഷ്യക്ക് സന്തോഷം കുറച്ച് കൂടിയ പോലൊരു തോന്നൽ. പട്ടം പറത്തൽ നിരോധിച്ചതല്ലേ, അവിടെ ഒരു പട്ടം പറക്കുന്നുണ്ടല്ലോ. അതോ ഇനി ആലപ്പുഴ ബീച്ച് മാത്രമേ പട്ടം പറത്തൽ നിരോധിച്ചിട്ടുള്ളൂ? അതെന്താ ആലപ്പുഴക്കാർക്ക് മാത്രമായിട്ടൊരു നിരോധനം? പറത്തട്ടെ. ഇവിടെ എത്തിയപ്പോൾ 6:15. ഇനി ഈ നടപ്പ് നടന്ന് അങ്ങ് തീരത്തെത്തുമ്പോൾ ഏകദേശം ഒരു 6:30 മിഠായി തെരുവിൽ നിന്ന് കുറച്ച് നേരത്തെ ഇറങ്ങിയിരുന്നെങ്കിൽ ഇവിടെ കുറച്ച് സമയം കൂടെ സ്പെൻഡ് ചെയ്യാമായിരുന്നു. ഇനി ചെയ്യാമായിരുന്നു, പോകാമായിരുന്നു, കാണാമായിരുന്നു, വരാമായിരുന്നു ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സംഭവം ഈ യുഗേ എന്നാണല്ലോ. ബീച്ചിൽ എപ്പോൾ എത്തിയാലും മനുഷ്യക്ക് വെള്ളത്തിൽ കളിക്കണം. എനിക്കാണെങ്കിൽ ഇവിടെ എത്തുമ്പോഴൊക്കെ കപ്പലണ്ടി വാങ്ങി കഴിക്കുന്നതിൻ്റെ ഒരു പതിവാണ്. ഇവിടെ കടല എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ കടലയും കഴിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഒരു കടല വിൽപ്പനക്കാരൻ എൻ്റെ ഫ്രണ്ടിലൂടെ കടല വേണോയെന്ന് ചോദിച്ചങ്ങ് പോയത്. എൻ്റെ കയ്യിലിരുന്ന കടല പുള്ളി കണ്ടില്ല, ഞാൻ കാണിച്ചു കൊടുത്തു. ദാ കണ്ടോ എൻ്റെ കടല. മനുഷ്യ അപ്പോഴും വെള്ളത്തിൽ കളി തന്നെയായിരുന്നു. എനിക്കാണെങ്കിൽ കരയ്ക്ക് നിന്ന് ബോറടിക്കാനും തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ മനുഷ്യ വെള്ളത്തിൽ കളികളെല്ലാം അവസാനിപ്പിച്ചു. അപ്പോഴേക്ക് ഏകദേശം 6:45 ഞങ്ങൾ വന്നത് 6:15. ഇതൊരു അരമണിക്കൂർ നിന്ന് കാണും. ഏകദേശം 6:45 ആ വെള്ളത്തിൽ കളികളും കടലിൻ്റെ പരിപാടികളെല്ലാം അവസാനിപ്പിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ തുടങ്ങി. മനുഷ്യ കിട്ടിയ അവസരങ്ങളിലൊക്കെ കോഴിക്കോട് ബീച്ചിനെ കുറിച്ച് എനിക്ക് ക്ലാസ് എടുത്തു തരുന്നുണ്ടായിരുന്നു. വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ വേണ്ടി ഒട്ടകവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ. പക്ഷേ ഇവർ ഈ ഒട്ടകത്തിന് കാര്യമായ രീതിയിലുള്ള ഫുഡ് കൊടുക്കുന്നുണ്ടോ? അതിനെ വേണ്ട രീതിയിൽ പരിചരിക്കുന്നുണ്ടോ? നമ്മുടെ കേരളത്തിലെ ഈ അന്തരീക്ഷം ഒട്ടകത്തിന് പറ്റിയതാണോ? ഒരിക്കലും ആകാനുള്ള സാധ്യതയില്ല. എന്നാലും ഒട്ടകങ്ങൾ ഇവിടെയുണ്ട്. ഒട്ടകങ്ങളെ വെച്ച് വലിയ ബിസിനസ്സും ഇവിടെ നടക്കുന്നുണ്ട്. സമയം 6:45. ഇന്നത്തെ കാഴ്ചകളൊക്കെ അവസാനിപ്പിച്ച് തിരിച്ചു പോകേണ്ട സമയമായി. ഞാൻ പോകുന്നു. ബൈ.